അയ്യപ്പേട്ടാ, 2006 നടന്ന ഒരു കൊലപാതകം. ആ കൊലപാതകം നടത്തി വളരെ ആസൂത്രിതമായി തന്നെ മുങ്ങി രക്ഷപ്പെട്ട് നടന്നിരുന്ന 2 പ്രതികൾ. ആ പ്രതികളെ ഇപ്പോൾ CBI പിടികൂടിയിരിക്കുന്നു. അലയമൺ കൊലപാതകം. 17 ദിവസം മാത്രം പ്രായമുള്ള 2 ഇരട്ട കുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും രഞ്ജിനി എന്ന യുവതിയെയും കൊലപ്പെടുത്തി. അതെ, ആ യുവതിയെയും കൊലപ്പെടുത്തി. പക്ഷേ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ യാതൊരു തെളിവുകളും കിട്ടിയില്ല, തുമ്പും കിട്ടിയില്ല. അവസാനം 18 വർഷത്തിന് ശേഷം ഇവർ പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇത് മനസാക്ഷിയെ അല്ലെങ്കിൽ മനുഷ്യ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. ഡിറ്റക്റ്റീവ് നോവലുകളിലും ഡിറ്റക്റ്റീവ് കഥകളിലും സിനിമയിലൊക്കെയാണ് നമ്മളിങ്ങനെ കൊലപാതകം നടത്തിയവർ ഒളിച്ചു താമസിക്കുക, അതും നീണ്ട 18 വർഷം. ഇവർ ആരൊക്കെയെന്നറിയോ? ചില്ലറക്കാരല്ല, ഇവർ സൈനികരാണ്. ഇവർ 10ാം കോട്ട് റെജിമെന്റിലെ സൈനികരായിട്ടുള്ള 2 ചെറുപ്പക്കാരാണ്. ഇതിന്റെ പേര് ദിബീഷ് കുമാർ അല്ലേ? ദിബിൽ കുമാർ. ഈ ദിബിൽ കുമാർ കൊല്ലംകാരനാണ്. ഈ കൊല്ലംകാരനായ ദിബിൽ കുമാർ ഒരു അവധിക്ക് പോകുമ്പോഴോ മറ്റോ ആണ് ഈ പറയുന്ന രഞ്ജിനി എന്നൊരു പെൺകുട്ടിയുമായി, അഞ്ചൽ സ്വദേശിയാണെന്ന് പറയുന്നത്, ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലാകുകയും ഈ സ്ത്രീ ഇവനാൽ ഗർഭിണിയാകുന്നു. എന്നിട്ട് ഈ പറയുന്ന ഈ സ്ത്രീ 2 കുട്ടികളെ പ്രസവിക്കുന്നു. അപ്പോൾ ഈ സംഭവം ഒരു അവധിക്കാലത്ത് വന്നിട്ട് പോയപ്പോഴായിരിക്കും ഈ അഫെയർ ഉണ്ടാകുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ശേഷം ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു, ഈ കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഇയാളാണ് എന്ന് ഈ സ്ത്രീ പറയുന്നു. ആ കേസ് വനിതാ കമ്മീഷനിൽ വരെ എത്തുന്നു. ഇത് 2006 നടന്ന കഥയാണ്. 2005 അവസാനം 2006. അങ്ങനെ ഇവൻ പട്ടാളത്തിലേക്ക് തിരിച്ചു പോയ, ഈ റെജിമെന്റിലേക്ക് 10ാം കോട്ട് റെജിമെന്റിലേക്ക് പോയ ഇയാൾ കണ്ണൂരുകാരനായ സുഹൃത്ത് ഒരു രാജേഷുമായി തിരിച്ചു വന്ന് 2006 ജാനുവരി മുതൽ മാർച്ച് വരെ കൃത്യമായ അവധി എടുത്ത് വരികയാണ്. ഈ കൊല നടത്താനുള്ള തീരുമാനത്തോടെ ഈ പട്ടാളക്കാരായ 2 ചെറുപ്പക്കാർ വന്നിട്ട് ഇവർ 2 പേരും കൂടെ തന്നെയാണ് ആ വീട്ടിൽ ആരുമില്ലാത്തൊരവസരത്തിലാണ് ഈ യുവതിയെയും 17 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയാണ്, ഇരട്ടകളായ കുഞ്ഞുങ്ങളെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. ഈ 2 പ്രതികൾക്കും പങ്കുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന, മരവിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് ഈ പറയുന്ന വിവാഹം നടത്താനൊക്കില്ലെങ്കിലും ഈ കുട്ടികളെ ഇപ്പോൾ DNA പരിശോധിക്കാൻ പോയാലും എന്തെല്ലാം നിയമവശങ്ങൾ ഇവനുണ്ടാകുമായിരുന്നു. എന്തിനിങ്ങനെ ഈ ആരും കൊല ചെയ്തു? എന്നിട്ട് ഈ ആരും കൊലയ്ക്ക് ശേഷം ഇവനെ ഇവിടുത്തെ പോലീസിനെ ഇവർ 2 പേരെയും പിടിക്കാൻ പറ്റിയില്ല. സൈനികരാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സൈനികരെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായ പിടിപാട്, നമ്മളിപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മുന്നൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇവർക്കൊക്കെ ഭയങ്കരമായ പിടിപാടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കേസ് ആദ്യം കേരള പോലീസ് അന്വേഷിച്ചിട്ട് പ്രതികൾ ഇന്നാരാണെന്ന് മാത്രം അറിയുന്നു, പക്ഷെ അവരെ പിടിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പ്രജിത പല കാര്യങ്ങളും. കാര്യം നിയമം എന്ന് പറയുന്നത് കണ്ണുകെട്ടിയുള്ള വിധിയാണ് എല്ലാമാണെങ്കിലും അവിടം വരെ എത്തുന്നതിന് മുന്നും പോലീസ് ഒരു വലിയ ഘടകമാണ്. നമ്മുടെ ഉദ്യോഗസ്ഥന്റെ മരണം നമ്മുടെ കൺമുന്നിലുണ്ട്. അപ്പോൾ ഇവർ 2 പേരെയും എന്തുകൊണ്ട് കേരള പോലീസിന് പൊക്കാൻ പറ്റാത്തതുകൊണ്ടല്ല അവർ പൊക്കില്ല. അത് കഴിഞ്ഞ് കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ട് ക്രൈംബ്രാഞ്ചിന് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവസാനം CBIക്ക് ചെന്നൈയിൽ ഇത്തരത്തിൽ ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്ന ഒരു വിഭാഗത്തിനാണ് ചെന്നൈയിൽ കൊടുത്ത് ചെന്നൈ റെജിമെന്റ് അത് കുടുംബത്തിന് കൊടുക്കാൻ പറ്റും. കുടുംബത്തിന് പരാതി കൊടുക്കാമല്ലോ. മുന്നോട്ട് തന്നെയായിരുന്നു. കാര്യം അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ പുറത്തു വരുന്നതേ ഉള്ളൂ. ആ പെൺകുട്ടിയുടെ പടം പോലും ഇപ്പോഴൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് കാര്യം ജനം മറന്നിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വാർത്ത കാണുമ്പോൾ എന്ന് നടന്നത് പോലും എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. അതിൽ മറ്റു മെയിൻ ചാനലുകളിൽ, മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ അവർ പറഞ്ഞ പോലെ ജനം മറന്നിരിക്കുന്നു ഈ ഒരു കൊലപാതകം. അപ്പോൾ ആ കൊലപാതകത്തിന് ഇന്ന് ഇവർ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അതിൽ നമ്മൾ അതിശയിപ്പിക്കുന്നത് പോലീസ് പോലീസുകാർ തന്നെ പിടിക്കുന്നവർക്ക് ഇനാം വരെ പ്രഖ്യാപിച്ചിരുന്നു. ഇത്ര രൂപ കൊടുക്കാം, ഇത്ര രൂപ പിടിക്കുന്നവന് കൊടുക്കാമെന്ന് 2 ഉയർന്ന തുക വരെ കൊടുത്തു. പക്ഷെ CBIക്ക് അറിയാമായിരുന്നു അവർ ഇന്ത്യ വിട്ടു പോയിട്ടില്ല, അവർക്ക് ഇവിടെ എവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ അവരുടെ അന്വേഷണം നീണ്ടു പോയി പോണ്ടിച്ചേരിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ ഇവരെ വേഷം മാറി 18 വർഷമായി, അതായത് രൂപം മാറി, ഭാവം മാറി, വേഷം മാറി. ഈ പറയുന്ന വർഷമൊക്കെ നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് പോലും ഇപ്പം എനിക്ക് ഓർത്തെടുക്കേണ്ടി വരും. എവിടെയാണ് ജോലി ചെയ്ത് ആ സംഭവങ്ങൾ പോലും നമ്മുടെ ഓർമ്മയിലില്ല. 2006 2005 സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഇവർക്കൊരു ലീഡ് കിട്ടുന്നു. ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ ഫർണിച്ചർ കമ്പനിയാണ് ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. പേര് വരെ മാറി, വിഷ്ണു എന്നാണ് ഈ പറയുന്ന ദിബിൽ കുമാറിന്റെ പേര്. അവന്റെ പേര് അതാണ്. അപ്പോൾ ഇവരെ അന്വേഷിച്ച് പോലീസ് രഹസ്യമായ വിവരം കിട്ടിയപ്പോൾ CBI പോലീസല്ല CBI, അങ്ങനെ CBI അന്വേഷണം പോയി. CBI അന്വേഷിച്ച് നിങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ അവർ
ഒഴിഞ്ഞു മാറാൻ നോക്കി. അങ്ങനെ നിരന്തരമായി നീണ്ട 3 മാസമായി ഇവർ ഇതിലായിരുന്നു. അപ്പോൾ അവർ ആധാർ അന്വേഷണത്തിലായിരുന്നു. ആധാർ കാർഡ്, പിന്നെ അവരുടെ എന്തെല്ലാം രേഖകളുണ്ടോ അതെല്ലാം മാറി. അവിടെ ചെന്ന് വിവാഹം കഴിച്ച് അതിൽ വേറെ കുഞ്ഞുങ്ങൾ വരെയായി അവിടുത്തെ താമസത്തിൽ. അപ്പോൾ എല്ലാം മറന്നുകൊണ്ട് ജീവിതം മറ്റൊരു രീതിയിലേക്ക് പോയി. ആരും കൊല എങ്ങും കണ്ടുപിടിക്കില്ല എന്ന് കരുതി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി, ഇവർക്കൊക്കെ എവിടെയൊക്കെയോ ചില സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് സപ്പോർട്ടുകൾ ഇല്ലാതെ കാര്യം ഇത്രയും നാള് കാര്യം നമ്മൾ ഈ കാണുന്ന പല കേസുകളിലും CCTV ദൃശ്യങ്ങൾ, ഇവരുടെ ഫോൺ രേഖകൾ, ഇവർ ഇതിനിടയ്ക്ക് ഇവരുടെ ആരെങ്കിലുമൊക്കെ വിളിക്കാതിരുന്ന് കാണും, ഫോൺ ചെയ്ത് കാണും. ഫോൺ ചെയ്ത് കാണാതിരിക്കുമോ? ഇവരുടെ പരസ്പരമുള്ള യാത്രകൾ ഉണ്ടാവില്ല. ഈ 2 ചെറുപ്പക്കാർ, ഇതിൽ ഒരാൾ കണ്ണൂരുകാരനാണ്, ഒരാൾ കൊല്ലംകാരനാണ്. ഇവരുടെ ബന്ധുക്കൾക്ക് അറിയാൻ കഴിയില്ലേ? ഇവർ ബന്ധുക്കളെ നിരീക്ഷിച്ചാൽ പോലീസിന് അറിയില്ലേ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ആരുടെയൊക്കെയോ ഒത്താശ, ഇതുപോലെ അനേകം പ്രതികൾ, പിടികിട്ടാതെയുള്ള അനേകം പ്രതികൾ നമ്മുടെ നീതിയിലേക്ക്, അതിൽ ജുഡീഷ്യറിയുടെ മറ്റ് നിയമ സംവിധാനങ്ങളിലേക്ക്, നീതി കിട്ടുന്ന സംവിധാനങ്ങളിലേക്ക് വരാതെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം അവരെ പൂണ്ടടങ്ങ് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാര്യം ഒരാൾ പുതിയൊരു ആധാർ കാർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ പഴയ രേഖകൾ വേണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ ആധാർ കാർഡിൽ വരെ ഇത്രയും സുതാര്യമാണ് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴും, നമ്മുടെ രാജ്യം പറയുമ്പോഴും, അമിത്ഷായെ പോലൊരു ആഭ്യന്തരമന്ത്രി ഇവിടെ ഭരിക്കുമ്പോഴും, ഇത്രയും പവർഫുള്ളായ ഒരു ഗവൺമെൻറ് ഉള്ളപ്പോഴും, ഇപ്പോഴല്ലെങ്കിലും കഴിഞ്ഞ പവർഫുൾ ഗവൺമെൻറ്, ഇപ്പം കൂട്ടുകക്ഷി എന്നെങ്കിലും പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ ഉദ്യോഗസ്ഥ മേധാവി പിടിച്ചവരെ അവർക്ക് പൊൻതൂവൽ തന്നെ നമുക്ക് കൊടുക്കാം. പക്ഷേ പിടിക്കാതെ ഇവരിവിടുന്ന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ ആരൊക്കെയാണ് എന്നുള്ളത് അതൊന്നും തെളിയാനൊന്നും പോകില്ല, അതൊന്നും തെളിയേയില്ല. കാര്യം ഇവർക്ക് ഇനിയിപ്പോൾ വിചാരണയുണ്ട്. ആ വിചാരണയിൽ ചിലപ്പോൾ ഇവരിപ്പോൾ CBI പോലീസ് പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച ഇവരെ കോടതിയിൽ അവരെ കിട്ടണം, അവരെ നമുക്ക് ചോദ്യം ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ രണ്ടുപേരും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് കൊച്ചിയിൽ ഇവരെ കൊണ്ടുവരുമ്പോഴാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരുന്നത്. അപ്പോൾ അത് ഏഷ്യാനെറ്റിന്റെ നിയമകാര്യത്തിലേക്ക് പുറത്തു വരാനിരിക്കുന്നു, ഞെട്ടിക്കുന്ന പല. അല്ല, ഇത് മാത്രമല്ല, ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ കഴിഞ്ഞ ക്രൈമുകളുടെ ഒരു ലിസ്റ്റൊക്കെ നമ്മൾ എടുത്ത് വെക്കണം. കാര്യം എന്നായാലും ഇതൊക്കെ വെളിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം 18 കൊല്ലമായത് പിടിയിലായെങ്കിൽ 10 കൊല്ലമായത് പുറത്താകാത്തതുകൊണ്ട്. ഇതിലൊരു പ്രധാന കാര്യം എനിക്ക് തോന്നിയത്, കേപ്പബിൾ അല്ലാത്തത് കൊണ്ടല്ല കേരള പോലീസ്, ഏറ്റവും സഫീഷ്യന്റ് ആയിട്ടുള്ള, കേപ്പബിൾ അല്ലാത്തതുകൊണ്ടല്ല, കേപ്പബിൾ ആയിട്ടുള്ള അധികാരത്തിന്റെയാണ്. ആരൊക്കെയോ സമ്മർദ്ദങ്ങൾ വഴി ഇവർ രക്ഷപ്പെട്ടു. രാഷ്ട്രീയ സമ്മർദ്ദം, പിടിപാടുകൾ ഒക്കെ തന്നെയാണ്. അതിനുവേണ്ടി പോലീസിനെ കണ്ണടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും. അല്ല, നിസ്സാരമായ പല കേസുകളും നമ്മൾ എടുത്താൽ വളരെ ഒരു മാനിപ്പുലേഷൻ പോലീസ് സ്റ്റേഷനിൽ വരെ നടക്കും. അതായത് വളരെ നിസ്സാരമായ, എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ ഞാൻ പ്രതിയോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ റോഡിൽ നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരു കാറ് ഇടിച്ചിടുന്നു. ഞാനും എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അയാൾ പാർട്ടിയിൽ അവിടുത്തെ ഒരു നേതാവാണ്. ഞങ്ങളിതിൻ്റെ അന്വേഷണത്തിന് പേപ്പർ കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് പിന്നെ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലാണ്. എനിക്ക് അവിടെ നിന്ന്, ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് പേപ്പർ കൊടുത്തിട്ട് സാർ ഇത് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വരുമ്പോൾ എനിക്ക് ASI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, അത് നിങ്ങൾ പറയുന്ന പോലെ ഒരു പുരുഷനല്ല വണ്ടി ഓടിച്ചിരുന്ന ഒരു സ്ത്രീയാണെന്ന് ആദ്യം കള്ളം പറയും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മാധ്യമ മേഖലയിൽ നീണ്ട എത്രയെങ്കിലും വർഷം ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഞാൻ ജോലി ചെയ്തവനാണ്. ഇവരെയൊക്കെ തന്നെ എനിക്കറിയാമെന്നുള്ളത്. ഞാൻ പറഞ്ഞു, സാറേ അത് എന്നോട് വേണ്ട, ഇതൊക്കെ ഈ കളികളൊക്കെ നിങ്ങൾ ആരോടെങ്കിലും പറയണം. ഇത് ആദ്യം ലോഹിത്തി പറയുന്നു, പിന്നീട് അവൻ എന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇതൊരു സ്ത്രീയാണെന്ന് എന്നെ അടിച്ചേൽപ്പിക്കാൻ. സംഗതി ഞങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മകനാണ് ഈ കാർ ഓടിച്ചിരുന്നത്. അങ്ങനെ അവസാനം കേസ് പിന്നെ ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇതൊരു ചെറിയ സംഗതിയാണ്, ആടിനെ പട്ടിയാക്കും എന്നൊക്കെ പറയില്ലേ. അതേപോലെ പോലീസ് വൃന്ദങ്ങളിൽ ഇത്തരത്തിലുള്ള നിരവധി പിന്നെ ക്രിമിനലുകളായിട്ടുള്ള, ആടിനെ പട്ടിയാക്കുന്ന, വേറെ എന്തെങ്കിലും ഇനി പര്യായം പറയാനുണ്ടെങ്കിൽ അതാക്കുന്ന ഒരു കൂട്ടം പോലീസുകാർ ഈ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ചില്ലറ എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ നമുക്ക് ഷാഡോ പോലീസ് ഉണ്ട്. അതിലേക്ക് ഞങ്ങൾ ഷാഡോ പോലീസായിട്ട് പോകാമെന്ന് പറഞ്ഞു തരുന്ന പോലീസുകാരുണ്ട്. നമ്മളെ ഈ TP കേസിൽ പിടിച്ച ആ പ്രതികളെ പോയിരുന്ന സ്ഥലത്ത് പോയി പിടിച്ച അത്ര വൈബ്രൻ്റായ പോലീസുകാരുണ്ട്. നമുക്ക് ചില പോലീസ് ആൾക്കാരെ കണ്ടാൽ ഇത് ഷാഡോ ആണെന്ന് എനിക്ക് സംശയം തോന്നും. കാര്യം എൻ്റെ ചില സുഹൃത്തുക്കൾ, എനിക്ക് പോലീസ് സുഹൃത്തുക്കൾ കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരെന്നെ പറയും ഷാഡോയിലെ പയ്യന്മാരെ കൊണ്ട് ഇറക്കണം, പിടിച്ച് 2 നൂത്തി ഇടി കൊടുത്താൽ അപ്പോഴും പറയും. ഇടി കൊടുക്കുന്നതിനെ നമുക്ക് അപ്പം ഇടിക്കും തോന്നും. ആ രീതിയിൽ അത്രയും മിടുക്കരായിട്ടുള്ള 6 അടി പൊക്കവും നല്ല തടിയുള്ള പയ്യന്മാരുണ്ട്. അങ്ങനെയുള്ള പോലീസുകാരുള്ള ഇവിടെ എങ്ങനെ ഇവരൊക്കെ രക്ഷപ്പെടുന്നു? അതും ഒരു സൈനികരാണ്, പത്താംകോട്ട് പട്ടാള ക്യാമ്പിലെ സൈനികനാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കും സൈനിക വൃന്ദങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കും. ഇവൻ്റെ ഈ പറയുന്നവരുടെയൊക്കെ മേജർ റെജിമെൻറ്റ് ഓഫീസർമാരൊക്കെ അന്വേഷിക്കില്ലേ, എവിടെ പോയി ഇവരൊക്കെ? അന്വേഷണം പോവുക തന്നെ ചെയ്യും.
ഒരു വേള ഇവർക്ക് കിട്ടിയ ആ ഒരു ചെറിയ ലീഡ് പോലും എനിക്ക് തോന്നുന്നു പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതായിരിക്കും. എന്തായാലും നമ്മുടെ കേരള പോലീസിനും ക്രൈംബ്രാഞ്ചിനും കഴിയാത്തൊരു കാര്യം CBI അന്വേഷിച്ച് കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ CBI വേണം എന്നിവിടെ ഒരു കാര്യത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പറയുന്നു. CBI തെളിയിച്ച അവരുടെ എഫിഷ്യൻസി തെളിയിച്ച പല കാര്യങ്ങളും അടുപ്പിച്ച് ഈ മാസം തന്നെ നമ്മൾ പലതും കണ്ടു. പെരിയ മുതൽ പല കേസുകളും. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസ് തിങ്കളാഴ്ച നമുക്കറിയാം. എന്തായാലും ഒരിക്കലും തെളിയിക്കാതെ കിടന്ന തങ്ങൾ രക്ഷപ്പെടില്ല, ഒരു സുഖജീവിതം, ആൾമാറാട്ടം, രൂപം മാറി, ഭാവം മാറി, പേര് മാറി, എല്ലാം മാറി ജീവിച്ചവർ, കുടുംബമായി അവിടെ വേറെ കുട്ടികളായി ഈ ചെയ്ത കൊടും കൃത്യമൊക്കെ മറന്ന് ജീവിച്ചവരെ ഒരു വേള കാരാഗൃഹവാസത്തിലേക്ക്, അതായത് 2006 ചെയ്തെങ്കിൽ 2025 പിടിയിലായി. നമുക്ക് നോക്കാം എന്തൊക്കെയാവുമെന്ന്.